Hi friends, let's discuss our activities. നമുക്ക് നമ്മുടെ activities നോക്കാം. Let's recall and recreate. Activity first. Poets use different kinds of images to enhance the meaning of poem. പോം ആണോ അതിൽ എന്തുണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. എക്സ്പെഷ്യലി എന്തുണ്ടാവും, ഇമാജിനറികൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് ടൈപ്പ് ഓഫ് ഇമാജിനറി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, ടാക്ടൈൽ ഉണ്ട്, ഗസ്റ്റേറ്ററി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഇമേജുകൾ യൂസ് ചെയ്യും. അത് ആ പോയറ്റിന്റെ കവിതയുടെ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ അവർ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ അവർ നേരിട്ട് കണ്ട സാധനം അതേ ഫീല് നമുക്ക് ലഭിക്കണം അല്ലെ. അവർ ചിലപ്പം ഒരു പുഴയുടെ താഴെ ഇരുന്നിട്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. അത് അതേപോലെ നമുക്കും ഫീൽ ചെയ്യണം അല്ലെ. അപ്പൊ അത് അതേ ഒരു ഫീലിംഗിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഈ ഇമേജുകളൊക്കെ. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു വിഷ്വൽ അതേപോലെ കിട്ടും. ഓക്കെ, സോ നോക്കാം. ദിസ് ക്യാൻ ബി വിഷ്വൽ, ഓഡിറ്ററി അല്ലെ, ദെൻ ഓൾഫാക്ടറി സ്മെല് ചെയ്യാൻ പറ്റുന്നത്, ടാക്റ്റിൽ ചെയ്യാൻ പറ്റുന്നത്, ഗസ്റ്റേറ്ററി ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, കിനസ്തെറ്റിക് അല്ലെ. എന്താണ്, ബോഡി പാർട്സിലൂടെയൊക്കെയുള്ള ഇതാണ് ഈ കിനസ്തെറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. എ ഫ്യൂ എക്സാമ്പിൾസ് ഫ്രം ദ പോം, നത്തിങ് ടോയ്സ് ആർ ഗിവൺ ബിലോ. നമുക്ക് നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. വിഷ്വൽ, റോസ് അല്ലെ. ആ റോസ് എറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മനസ്സിലും, ഈവൻ ഞാൻ ആ കവിത വായിച്ചപ്പോൾ വരെ എൻ്റെ മൈൻഡിൽ ആദ്യം ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് റോസാപ്പൂ മൈൻഡിൽ വന്നു. അത് എറിയുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. സോ നമുക്ക് എന്ത് കിട്ടും, ഒരു വിഷ്വൽ കിട്ടും അല്ലെ. ദെൻ ഓഡിറ്ററി, സം ഐഡിയൽ ടങ് മെൻഷൻ യുവർ നെയിം അല്ലെ. ഏതോ ഒരു ഐഡിയൽ, ഒരു മടിയനായ വ്യക്തി നിങ്ങളുടെ പേര് പറഞ്ഞ് കേട്ടപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചല്ലോ. അപ്പൊ അത് കേൾക്കുന്ന പോലെ നമുക്കും തോന്നും അല്ലെ. അതാണ് എന്ത്, ഓഡിറ്ററി ഇമേജ്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മെല് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ. സെന്റ്, നമ്മുടെ റോസാപ്പൂവിന്റെ മണം എന്നതിൽ പറയുന്നുണ്ട് അല്ലെ. അത് നമുക്കും തന്നെ സ്മെല് ചെയ്യാൻ സാധിക്കും. ദെൻ കിനസ്തെറ്റിക്, ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറയുന്നത് അല്ലെ. ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്, കിനസ്തെറ്റിക് ആണ് അല്ലെ. ദെൻ ടാക്റ്റിൽ കിസ്സസ് അല്ലെ, ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ചെയ്യാം, ഫീൽ ചെയ്യാം കിസ്സസ് ഒക്കെ അല്ലെ. ക്ലിയർ. Then now list the instance of imaginary mention, their significance in the poem, one has been done for you അല്ലെ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ ഇമേജുകളുടെ ഒക്കെ തന്നെ ഒരു ലിസ്റ്റ് ആണ്. അത് യൂസ് ചെയ്തതും അതിന്റെ ആ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ്, മീനിങ്ങും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇൻസ്റ്റൻസും പറയുന്നുണ്ട്, അതിന്റെ സിഗ്നിഫിക്കൻസും പറയുന്നുണ്ട്. നോക്കാം. ടൈപ്സ് ഓഫ് ഇമേജ്. വിഷ്വലായിട്ട് നമുക്ക് റോസും കാണാൻ പറ്റിയിട്ടുണ്ട്, ക്ലോക്കും കാണാം. ക്ലോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതേപോലെ റോസും നമുക്കൊരു വിഷ്വലി കിട്ടും അല്ലെ. ഇനി ക്ലോക്ക് എന്തിനാണ് റോസാപ്പൂ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്, സിംബിൾസ് ഓഫ് ലവ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലവിന്റെ സിംബലാണ് എന്ത്, റോസാപ്പൂ അല്ലെ. ക്ലോക്കോ പാസിങ് ടൈമാണ് അല്ലെ. ടൈം ഇങ്ങനെ നമ്മളെ കാത്തു നിൽക്കാതെ ഇങ്ങനെ പോവും അല്ലെ. അപ്പൊ അതിനാണ് അത് സിംബിളൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ ഓഡിറ്ററി, ഇനി കേൾക്കാൻ കഴിയുന്നത്. കോളിങ് യുവർ നെയിം അല്ലെ, നിങ്ങളുടെ പേര്. ഒരു ഐഡിയൽ ടെങ്ങിൽ നിന്നും നിങ്ങളുടെ പേര് ഞാൻ ബൈ ആക്സിഡന്റലി കേട്ടപ്പോൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കോളിങ് യുവർ നെയിം ആണ് ഇവിടെ വരുന്ന ഓഡിറ്ററി. അതിന്റെ ഷോസ് ഇന്റിമസി ആണ് അല്ലെ. അത് കേട്ടപ്പോത്തിന് ആ വ്യക്തിയുടെ മൈൻഡിൽ വന്ന ഫീലിങ്സ് ഉണ്ട്. അതെന്താണ്, അവരുടെ തമ്മിലുള്ള ഇന്റിമസി ആയിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെ. ഇന്റിമസിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. ദെൻ ഓൾഫാക്ടറി ഇമേജ്, സെന്റ്ലെസ്, മണക്കാൻ കഴിയുന്നത്. ഇതിൽ റോസാപ്പൂവിന്റെ മണം പറയുന്നുണ്ട് അല്ലെ. ഫ്രാഗ്രൻസ് ഓഫ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് അല്ലെ. എന്താണ്, മനോഹരമായിട്ടുള്ള ബന്ധങ്ങളുടെ മണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ, മനോഹരമായ ബന്ധങ്ങളുടെ ഫ്രാഗ്രൻസ്, സ്മെല്ല് എന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങളുടെ ആ ഒരു സ്മെല്ലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ മനോഹരമായ ബന്ധങ്ങൾ കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നാറുണ്ട് അല്ലെ. എന്തൊരു മനോഹരമാണ് അവരുടെ റിലേഷൻസ് കാണാൻ എന്ത് തോന്നാറില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. കിനസ്തെറ്റിക്, സെൻസറി പ്രിസ്ക്രിപ്ഷൻ ഇസ് മൂവ്മെന്റ്സ് അല്ലെ. നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെ, ജമ്പ് ചെയ്യുമ്പോഴും ചാടുമ്പോഴും ഇങ്ങനെ ഓടുന്ന, റണ്ണിങ്, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ കിനസ്തെറ്റിക് പറയാം. ഇഫ് എ റോസ് ഫ്ലങ് ഇൻ ടു ദ റൂം അല്ലെ, ആ മൂമെന്റ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ, ഫീൽ ചെയ്യും. കിനസ്തെറ്റിക്കിൽ ഇത് ഫീൽ ചെയ്യും. ഇഫ് എ റോസ് ഫ്ലങ് ഇൻ ടു, റൂമിലോട്ട് വലിച്ചെറിയാണ് അല്ലെ. അത് റോസാപ്പൂ ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ ഇവിടെ നിന്നും ആ റൂമിലോട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ.
ആ മൂവിങ് കിട്ടും. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ഈ കിനസ്തെറ്റിക് കിട്ടുക. നമ്മുടെ മൈൻഡിലും ആ മൂവ് കിട്ടും അല്ലെ. ഒരു റോസാപ്പൂ വലിച്ചെറിയുന്ന പോലെ, അല്ല റോസാപ്പൂ കൈ കൊടുത്താൽ പറയുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടില്ല, വലിച്ചെറിയാണ് ഉള്ളിലേക്ക്, ഇൻറ്റു റൂമാണ്. അപ്പൊ നമുക്കത് അതേപോലെ ഫീൽ ചെയ്യും. റൂമിലോട്ട് റോസാപ്പൂ ഇങ്ങനെ എറിയുന്ന പോലെ ആ മൂവ്മെന്റ്, റോസാപ്പൂ അങ്ങോട്ട് പോകുമ്പോൾ വീഴുന്ന അത്രയും ആ മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇഫ് എ റോസ് ഫ്ലങ് ഇൻ ടു ദ റൂം സിംബലൈസ് ചെയ്യുന്നത് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെന്റ്സ് അല്ലെ. എന്താണ് നമുക്ക് സമാനതകളില്ലാത്ത, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത നല്ല നല്ല നമ്മുടെ മൊമെന്റ്സിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത്. ദെൻ ടാക്ടൈൽ, ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. കിസ്സസ് അല്ലെ, നോക്കാം, സിംബലൈസ് ഓഫ് ലവ് ആണ് അല്ലെ. കിസ്സസും എപ്പോഴും എന്താണ് സ്നേഹം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാം ഉമ്മ തരുന്നത് എന്തിലാണ്, കിസ് ചെയ്യുന്നത്, ആ ഒരു ചുംബനങ്ങൾ എപ്പോഴും എന്താണ്, ഒരു സ്നേഹം കൂടുമ്പോൾ മാത്രം നമുക്ക് തരുന്നതാണ് അല്ലെ. സോ എന്താണ്, സിംബലൈസേഴ്സ് ഓഫ് ലവ് ആണ് അല്ലെ. നോക്കാം. Then B. Now write a paragraph about the imaginary in the poem അല്ലെ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ കുറേ ഇമാജിനറികളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഈ ഒരു ഇമാജിനറികളൊക്കെ ഇത് കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് പോലെ എഴുതണം. ഓക്കെ, ആ എഴുതിയ സംഭവം തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് പാരഗ്രാഫ് ആക്കാം. നോക്കാം. The poet uses brilliant imaginary in the poem to make the poem simple and beautiful അല്ലെ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇമാജിനറി യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഈ പോമിനെ വളരെ സിമ്പിളും ബ്യൂട്ടിഫുള്ളും ആക്കിയിട്ടുണ്ട്, മനോഹരമാക്കി. ദ വിഷ്വൽ ഇമേജ് റോസ് സിംബലൈസ് ലവ് അല്ലെ. വിഷ്വൽ ഇമേജ് റോസ് എന്ത് ചെയ്യുന്നുണ്ട്, ലവ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. ക്ലോക്ക് ഷോസ് പാസിംഗ് ഓഫ് ടൈം ആണ്. ആൻഡ് ദ ഓഡിറ്ററി ഇമേജ് കോളിംഗ് യുവർ നെയിം ഷോസ് ഇൻറ്റിമസി ആണ്. ഇത് അതേ ആ ടേബിളിലുള്ള അതേപോലെ എഴുതിയതാ കേട്ടോ. ഓൾഫാക്ടറി ഇമേജ് സെന്റ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, ഫ്രാഗ്നൻസ് ഓഫ് ബ്യൂട്ടിഫുൾ റിലേഷൻസ് ആണ് അല്ലെ. ആൻഡ് ടാക്റ്റിൽ ഇമേജ് ആയിട്ടുള്ള കിസ്സസ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, ലവ് ആണ് അല്ലെ. അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാണ് കേട്ടോ. ദെൻ ദ ലൈൻ ഇഫ് എ റോസ് വേർ ഫ്ലങ് ഇൻ ടു ദ റൂം അല്ലെ. എന്താണ്, റോസാപ്പൂ ഇങ്ങനെ റൂമിലോട്ട് വീയ എന്നുള്ളത് എന്താണ്, കിനസ്തെറ്റിക് ഇമേജസ് ആണ്. അത് അപ്പീൽ ചെയ്യുന്നത് എന്താണ്, സെൻസറി പെർസെപ്ഷൻ ഓഫ് മൂവ്മെന്റ്സ് അല്ലെ. നമ്മുടെ ഒരു സെൻസറി പെർസെപ്ഷൻ ഓഫ് മൂവ്മെന്റ്സ് അല്ലെ. നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ്സ് ഇങ്ങനെ കടന്നു പോകും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ഇമാജിനറികളാണ് ഉള്ളത്. ആ ടേബിളിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. ക്ലിയർ. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25. ഇതൊരു വലിയ വർക്ക്ഷീറ്റ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി 2 നോക്കാം. ഇവിടെ ഒരു അടുത്ത പേജ് നോക്കാം. ടൈറ്റിൽ ഓഫ് ദ പോം. ടൈറ്റിൽ ഓഫ് ദ പോം നത്തിങ് ടോയ്സ് അല്ലെ. എന്താണ് ടൈറ്റിൽ ഓഫ് ദ പോം, എന്താണ്, നത്തിങ് ടോയ്സ് ആണ് അല്ലെ. ഇനി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഇവരിവിടെ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അത് 2 കാര്യങ്ങൾ വേണം. ഒന്നെന്താണ്, എബൌട്ട് ദ പോംറ്റ്, തൊട്ട് താഴെ തന്നെ തീം ഓഫ് ദ പോം അല്ലെ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതുമ്പോൾ, നമ്മൾ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് അറിയില്ല, ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം എന്തുണ്ടാവും, ഓതറിനെ കുറിച്ചുണ്ടാവും, എഴുതിയ ആളെ കുറിച്ചുണ്ടാവും, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ജസ്റ്റ് ആ തീമൊന്നും ഉണ്ടാവും അല്ലെ. അപ്പോഴാണ് ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റ് ആവുക അല്ലെ. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ട് സെറ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് എബൌട്ട് ദ പോയിറ്റ് വേണം. നോക്കാം. മാർലിയ മിസ്ലാവ ആന സിംബോസ്ക ഈസ് എ റിനൗണ്ട് പോളിഷ് പോയറ്റ് അല്ലെ. പോളിഷ് പോയറ്റ് ആണ് ഈ മരിയ വിസ്ലാവ അന്ന സിംബോസ്ക എന്ന് പറയുന്നത്. പോയറ്റ് ആൻഡ് എസ്സേ റൈറ്ററും ആണ്, പോയറ്റും ആണ്. ഷി വാസ് ബോൺ ഇൻ ബ്രോവെന്റ്, വെസ്റ്റേൺ പോളണ്ട് ഓൺ 2 July 1923. ഷി വാസ് അവാർഡ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1996. ചെറിയൊരു വിവരണം അത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ദെൻ തീം ഓഫ് ദ പോം. തീം എന്താന്ന് നോക്കാം, കഥയുടെ തീം അല്ലെ. കഥ എന്താന്ന് നോക്കാം, ഈ പോമിൻ്റെ ഉള്ളിലുള്ള തീം. The poem is about the momentary life. The poem emphasizes that there is only one life to live, only one opportunity to grab something significant for each events. The poem is about the momentary life. Momentary ആണ്, ഓരോ ലൈഫും മൊമെന്ററി ആണ് അല്ലെ. ഈ നിമിഷം കഴിഞ്ഞ് ആ നിമിഷം കഴിഞ്ഞു അല്ലെ. ലൈഫിൽ ഓരോ കാര്യങ്ങളും എന്താണ്, സെക്കൻഡുകളാണ്, മൊമെന്റുകളിലൂടെ അവസാനിച്ച് പോകുന്ന, നിമിഷങ്ങൾ കൊണ്ട് തീരുന്ന ഒന്നാണ് അല്ലെ. The poem is emphasizes that there is only one life to live അല്ലെ. എന്താണ്, ഈ ഭൂമിയിൽ ഒരേ ഒരു അവസരം മാത്രമേ ജീവിക്കാനുള്ളൂ അല്ലെ. മൊമെന്ററി ആണ് ലൈഫ് എന്ന് പറയുന്നത്, വളരെ ഒരു നിമിഷം കൊണ്ട് തീരാവുന്ന ഒന്ന് മാത്രമാണ് അല്ലെ. only one opportunity to grasp. നമുക്ക് വെറും ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, എന്ത്, ഗ്രാസ്പ് ചെയ്യാൻ. ഇങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കുമല്ലോ കാര്യങ്ങളെല്ലാം. സംതിങ് സിഗ്നിഫിക്കൻറ്റ് ഫ്രം ഈച്ച് ഇവൻസ് അല്ലെ. ഓരോ ഇവൻസും ഓരോ മൊമെന്റ്സും ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് ഒരേ ഒരു അവസരമേ ഉള്ളൂ ലൈഫിൽ എന്നാണ് ഈ ഒരു പോയമിന്റെ തീം എന്ന് പറയുന്നത്. നോക്കാം. സമ്മറി ഓഫ് ദ പോയം. ഇനി എന്ത് ചെയ്യാം, സമ്മറി ഓഫ് ദ പോയം നോക്കാം. എന്താണ് അതിൻ്റെ ഒരു സമ്മറി. തീമും സമ്മറിയൊക്കെ ഏകദേശം സെറ്റ് ആയിരിക്കും. നോക്കാം.
നത്തിങ് ആൻഡ് എവർ ഹാപ്പൻ ടോയ്സ്, ഒന്നും തന്നെ രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. ലൈഫ് ലീവ്സ് വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ്, അല്ലെ എന്താണ്, ഒരു ചാൻസ് തരാതെ, അല്ലെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ചാൻസ് തരാതെ എന്ത് ചെയ്യാണ്, ലൈഫ് പോകും. നോ സിംഗിൾ ഡേ ഇസ് റിപ്പീറ്റഡ് ഇൻ ലൈഫ്, ഒരു ദിവസവും പോലും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും വരില്ല. നത്തിങ് ഹാപ്പൻസ് ഇൻ ദ സെയിം വേ, ഒന്നും തന്നെ ഇന്ന് സംഭവിച്ച പോലെ തന്നെ അതേ രീതിയിൽ നാളെയും സംഭവിക്കില്ല. ദോസ് സീം ടു ബി സിമിലർ ആർ ആക്ച്വലി ഡിഫറെന്റ്, അല്ലെ നമ്മൾ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ എന്താണ്, ആക്ച്വലി ആണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം പോലെ തന്നെ നാളത്തെ ദിവസം തോന്നുമെങ്കിലും പക്ഷെ ശരിക്കും അതെന്താണ്, ഡിഫറെന്റ് ആണ്. എനിക്കൊന്നും ഒരേപോലെ എന്നൊക്കെ പറയും, പക്ഷെ അത് വെറുതെ പറയുന്നതാണ്. ഓരോ ദിവസം എന്താണ്, ഡിഫറെന്റ് ആണ്. ക്ലിയർ? Then structure of the poem, സ്ട്രക്ചർ ആണ് കേട്ടോ പോമിന്റെ സ്ട്രക്ചർ നോക്കാം. ദ പോം ഈസ് മെയ്ഡ് ഓഫ് 7 stanzas, അല്ലെ 7 stanzas ആയിട്ടാണ് ഈ പോം കാണുന്നത്, അല്ലെ 7 stanzasോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്, വളരെ കുറച്ചുള്ളൂ. 7 stanzasന്റെ ഉള്ളിൽ ഈ പോം തീരും. Then each stanza has 4 lines, അല്ലെ 7 stanzas ആണുള്ളത്, ഓരോന്നിലും എന്തുണ്ട്, 4 ലൈൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പോമിന്റെ സ്ട്രക്ചർ. നോക്കാം. ദെൻ പോയറ്റിക് ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അതൊക്കെ ഇവിടേക്കും ഒന്ന് എഴുതാം. നോക്കാം. ഇൻസിസ്റ്റ് ഓഫ് അലിട്രേഷൻ, അല്ലെ അലിട്രേഷൻ, റിപ്പീറ്റേഷൻസ് ഓഫ് കൺസണന്റ് സൗണ്ട് ഇൻ ഫസ്റ്റ്, അല്ലെ ഒരു വേർഡിന്റെ ഫസ്റ്റ് കൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ എന്താണ്, അലിട്രേഷൻസ് ആണ്. നോ ടു നൈറ്റ് നാച്ചർ, അല്ലെ നോ ടു നൈറ്റ് നാച്ചർ, അവിടെ കണ്ടോ നോ എൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെ ഇവിടെ ഡബ്ല്യു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എസ് ഒരു വേർഡിന്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് അലിട്രേഷൻ എന്ന് പറയും. ദെൻ ഇൻസ്റ്റൻസ് ഓഫ് അസോണൻസ്, അല്ലെ അസോണൻസ് ഉണ്ട് ഇതിൽ. എന്താണ് അസോണൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ആണ്, അല്ലെ ഓൺലി ഓഫേർഡ് വൺസ്, അല്ലെ ഓൺലി ഓഫേർഡ് വൺസ് എന്ന് പറയുമ്പോൾ നോക്കാം ഈ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നോക്കാം. ദെൻ റൈമിംഗ് സ്കീം, ഈ പോമിന്റെ റൈമിംഗ് സ്കീമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസാസ് AABB എന്നാണ്. ഓക്കെ, ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും സ്റ്റാൻസാസ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ 4 സ്റ്റാൻസയും ലാസ്റ്റത്തെ സ്റ്റാൻസയും ഇതില് BA ഇങ്ങനെയാണ് വരിക. പിന്നെ ബാക്കി എല്ലാതും എന്താണ്, ബാക്കി എല്ലാതും പിന്നെ സെയിം ആണ് വരിക. എന്താ വരിക, AB എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് ബാക്കി എല്ലാം വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റാൻസയും ലാസ്റ്റത്തെ സ്റ്റാൻസയും മാത്രം AABA എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. നിങ്ങൾ പോം എടുത്തിട്ടൊന്ന് നേരെ എഴുതി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് ഒക്കെ അവസാനിക്കുമ്പോൾ. അപ്പൊ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും സ്റ്റാൻസ മാത്രം AABA എന്നും അതർ സ്റ്റാൻസാസ് ഒക്കെ ABAB ആണ് വരുന്നത്. ക്ലിയർ? ദെൻ റൈമിംഗ് വേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, എന്നാലും കുറച്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡംബർ, സമ്മർ, ഡെൻസ്, വൺസ്, ടങ്, ഫ്ലങ്, ക്ലോക്ക്, റോക്ക്, അല്ലെ നോക്കാം. നെക്സ്റ്റ് ഇമേജസ്, ഇതും നമ്മളിപ്പോൾ തൊട്ടപ്പുറത്ത് പറഞ്ഞതാണ്. വിഷ്വൽ ഏതൊക്കെയാണ്, റോസും ക്ലോക്കും നമുക്ക് കാണാൻ സാധിക്കും, അത് ലവിനെയും ടൈമിനെയാണ് സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത്. ഓഡിറ്ററി കേൾക്കാൻ പറ്റുന്നത്, കോളിംഗ് യുവർ നെയിം പേര് വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കും, അതെന്താണ് ഇന്റിമസിയാണ് കാണിക്കുന്നത്. ദെൻ ഓൾഫാക്ടറി സെന്റ്, അല്ലെ സെന്റ് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. ഫ്രാഗ്നൻസ് ഓഫ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിന്റെ ഫ്രാഗ്നൻസ് ആണ് കാണിക്കുന്നത്. ദെൻ കിനസ്തെറ്റിക് എന്ന് പറയുന്നത് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം, റോസാപ്പൂ റൂമിലോട്ട് വലിച്ചെറിയുന്നത് നമുക്ക് ഫീൽ ചെയ്യും, അത് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെന്റ്സിനെയാണ് കാണിക്കുന്നത്. ദെൻ ടാക്റ്റിൽ കിസ്സസ് ലവ് ആണ് കേട്ടോ. ക്ലിയർ? ദെൻ ഫിഗർ ഓഫ് സ്പീച്ചുകൾ നോക്കാം. ഇനി നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ചുകൾ നോക്കാം. സിമിലി, ഓൾദോ വി ആർ ഡിഫറെന്റ് വി കൺകർ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ വി ആർ, അല്ലെ എന്താണ് ആസ് യൂസ് ചെയ്തത്. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം, അല്ലെ റോസാപ്പൂ വീഴുന്നത് റൂമിലോട്ട് വീഴുന്നത് പോലെ, അല്ലെ അപ്പൊ ആസും ലൈക്കും ഒരു വേർഡിൽ ഒരു സെന്റൻസിലോ ലൈൻസിലോ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, സിമിലിയാണ്, അല്ലെ ആസും ലൈക്കും ഉപയോഗിച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആയ രണ്ടെണ്ണത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് സിമിലി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മെറ്റാഫിർ എന്താണ്, ആസും ലൈക്കും ഉപയോഗിക്കാതെ നേരിട്ട് തന്നെ എന്ത് ചെയ്യാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയ വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. നോക്കാം. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്, അല്ലെ ഈ കോഴ്സ് എന്താണ്, ഒരൊറ്റ തവണ മാത്രമേ ഓഫർ ഉള്ളൂ, ഒറ്റ തവണ കോഴ്സാണ് കേട്ടോ. ഈ കോഴ്സിന് ഇവിടെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ലൈഫായിട്ടാണ്. ഇവിടെ ആസും ലൈക്കും ഒന്നുമില്ല, നേരിട്ട് തന്നെ ആ കോഴ്സിനെ നമ്മുടെ ലൈഫുമായിട്ട് അങ്ങ് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ലൈഫ് ഇങ്ങനെ തന്നെയല്ലേ, ഒരൊറ്റ തവണ ഓഫർ മാത്രമേ ലൈഫിനുള്ളൂ, അല്ലെ സെക്കൻഡ് ചാൻസ് ഇല്ല. ദെൻ മെസ്സേജ് ഓഫ് ദ പോം, മെസ്സേജ് ഈ പോമിലൂടെ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് നോക്കാം.
ദ പോം ഈസ് അബൌട്ട് ദ മൊമെന്ററി ലൈഫ് അല്ലെ, വളരെ ക്ഷണികമായിട്ട് മൊമെന്ററി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തീർന്നു പോകുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻഡ് ടോയ്സ് അല്ലെ, നത്തിങ് ക്യാൻ എവർ ഹാപ്പൻഡ് എന്താണ് ടോയ്സ് എന്നാണ് പറയുന്നത്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻഡ് ടോയ്സ്. ഓക്കെ, ദെൻ ആൻഡ് ലീവ് വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ്. എന്താണ്, നമുക്ക് ഇവിടെ നിന്നും പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടാതെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടി വരികയാണ്. നത്തിങ് ഹാപ്പൻസ് ഇൻ ദ സെയിം വേ. ഒന്നും തന്നെ പിന്നെയും പിന്നെയും ആ ഒരു അതേ രീതിയിൽ സംഭവിക്കുകയില്ല. ദോസ് സീം ടു ബി സിമിലർ ആർ ആക്ച്വലി ഡിഫറെൻറ്റ്. നമുക്ക് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും ആക്ച്വലി എന്താണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യുവർ വിഷൻസ് ഓൺ ദ പോം അല്ലേ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോം കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി, നിങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കുറച്ച് കാഴ്ചപ്പാടുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ദ പോം ഇസ് റൂട്ടഡ് ഇൻ റീസൺ അല്ലേ, വളരെ ആയത്തിലടങ്ങിയിട്ടുണ്ട് അല്ലേ, വളരെ ആയത്തിൽ പോയിട്ടുള്ളൊരു റീസണിലോട്ട് വളരെ ആയത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പോമാണ് ഇത് അല്ലേ. ആൻഡ് ലോജിക് അല്ലേ, ലോജിക്കായിട്ടും റീസണായിട്ടൊക്കെ വളരെ ആയത്തിൽ ഇറങ്ങി പോയിട്ടുള്ള ഒരു പോമാണ് ഇത്. ഈച്ച് മൊമെന്റ്സ് ഓൺലി ഹാപ്പൻസ് വൺസ് അല്ലേ, ഓരോ മൊമെന്റ്സ് എന്താണ്, ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. ദ പോം കൺവേഴ്സ് ദ മെസ്സേജ് ദാറ്റ് ലൈഫ് ഈസ് മൊമെന്ററി അല്ലേ. ഈ പോം എന്താ പറഞ്ഞു തരുന്നത്, ലൈഫ് എന്താണ്, മൊമെന്ററി ആണ് അല്ലേ, വളരെ മൊമെന്ററി ആണ്, ഓരോ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓരോ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ. There is only one life to live. നമുക്കിവിടെ ഒരൊറ്റ തവണ മാത്രമേ ജീവിക്കാനുള്ളൂ. ആൻഡ് ഓൺലി വൺ ഓപ്പർച്യൂണിറ്റി ടു ഗ്രാബ് സംതിങ് സിഗ്നിഫിക്കൻറ്റ് ഫ്രം ഈച്ച് ഈവൻ അല്ലേ. ഓരോ മൊമെന്റ്സിൽ നിന്നും നമുക്ക് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ ഒരൊറ്റ അവസരം മാത്രമേ ഉള്ളൂ. ടൈം ഡസ് നോട്ട് കം ബാക്ക്. സമയം ഒരിക്കലും തിരിച്ചു വരികയില്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ് ആൻഡ് പാസ് അവേ. അതെന്ത് ചെയ്യും, അതിങ്ങനെ ഒഴുകിക്കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദോസ് സീം ടു ബി സിമിലർ ആർ ആക്ച്വലി ഡിഫറെൻറ്റ്. ദ പോം കണ്ടെയ്ൻസ് ഡീപ്പ് കണ്ടംപ്ലേഷൻ അബൌട്ട് ഹ്യൂമൻ ലൈഫ് അല്ലേ. ഇത് മനുഷ്യ ലൈഫിൻ്റെ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം അല്ലേ, മനുഷ്യൻ്റെ ലൈഫിൽ ഇങ്ങനെ തന്നെ അന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മനുഷ്യനൊന്നും ആസ്വദിക്കാനുള്ള സമയം കിട്ടാറില്ല. കാരണം ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവർ ചിന്തിക്കാറേ ഇല്ല അല്ലേ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോമിൽ പറയുന്നത്. ലൈഫ് എന്താണ്, വളരെ ക്ഷണികമാണ്, വളരെ ഇന്ന് പോയാൽ ഇന്ന് പോയി നാളെ വീണ്ടും തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വളരെ മനോഹരമായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ പോമിലുള്ള ഒരു വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, then now write a note of appreciation of the poem using the details in the worksheet അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇനി അതിനെക്കുറിച്ച് ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ. അപ്പം ആ ഒരു ടേബിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നിരത്തി എഴുതുക, അത്രേ ഉള്ളൂ അല്ലേ. ഇനി ഇതൊക്കെ കൂടെ വെച്ചിട്ട് ആ പോയത്തിന് നമ്മളൊരു അപ്രിസിയേഷൻ കൊടുക്കുക അല്ലേ. പോയത്തിനെ കുറിച്ച് ഇപ്പം നമുക്കൊരു പോയത്തിനെ കുറിച്ചൊരു ഐഡിയ ആയില്ലേ. റൈറ്ററെ കുറിച്ച് പറഞ്ഞു, തീം പറഞ്ഞു, സമ്മറി പറഞ്ഞു, അതിൽ യൂസ് ചെയ്ത ഫിഗർ ഓഫ് സ്പീച്ചുകൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിൻ്റെ നമുക്ക് തരുന്ന മെസ്സേജ് പറഞ്ഞു, നമ്മുടെ വ്യൂ പോയിന്റ് പറഞ്ഞു. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു പാരഗ്രാഫ് പോലെ ഒരു അപ്രിസിയേഷൻ അങ്ങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. The poem Nothing Toys, written by Polish poet Maria Mysława-Szymborska, is a highly symbolic poem which highlights the complexities of life, time, and one's brief existence in a playful, ironic and humorous way. വളരെ പ്ലേഫുൾ ആയിട്ട്, ഐറോണിക് ആയിട്ട്, ഹ്യൂമറസും ആയിട്ടൊക്കെ ലൈഫിൻ്റെ കോംപ്ലക്സിറ്റികളെ, ലൈഫിൻ്റെ ഒരു വൈരുദ്ധ്യ സ്വഭാവമാണ് അല്ലേ. ഓരോ മൊമെന്റ്സും ഇങ്ങനെ കടന്നു പോകും. ചിലപ്പോൾ നമുക്ക് ചില ആളുകളായിട്ട് ഭയങ്കര ഇൻറ്റിമസി സ്നേഹമാണെന്നുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആഗ്രഹം. നമ്മുടെ ആ ലൈഫിൻ്റെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള നമ്മുടെ സ്വഭാവങ്ങൾ, ടൈമിൻ്റെ സ്വഭാവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും വളരെ സിംബോളിക്കായിട്ട് വളരെ ഉഷാറായിട്ടാണ് ഈ റൈറ്റർ ഈ ഒരു പോമിൽ എഴുതിയിട്ടുള്ളത്. നോക്കാം. The poem opens with a direct statement, nothing can ever happen to us അല്ലേ. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, നേരിട്ടൊരു കാര്യം പറഞ്ഞേക്കാണ്, വളച്ചൊടിക്കലൊന്നും ഇല്ലാതെ ഫസ്റ്റത്തിലായാലും തന്നെ എന്താണ്, ഒന്നും തന്നെ രണ്ടാമതായിട്ട് സംഭവിക്കുകയില്ല എന്ന്. ഹിയർ ദ പോയറ്റ് സെറ്റ് ദ മൂഡ് ആസ് ബീങ് റൂട്ടഡ് ഇൻ റീസൺ അല്ലേ, വളരെ അൺലോജിക് അല്ലേ. അവിടെ തന്നെ പോയറ്റ് എന്ത് ചെയ്യാണ്, വളരെ കാര്യമായിട്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ, വളരെ ലോജിക്കൽ റീസൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നും തന്നെ രണ്ടാമതായിട്ട് സംഭവിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഈച്ച് മൊമെന്റ് ഹാപ്പൻസ് ഓൺലി വൺസ്, എല്ലാം ഒരു തവണ ഉണ്ടാവുകയുള്ളൂ. ദെർഫോർ ലൈഫ് കനോട്ട് ബി റിഹേഴ്സൽ, അതിന് റിഹേഴ്സൽ ഒന്നുമില്ല. ഓക്കെ, ഷീ ഇൻഡിക്കേറ്റ്
that nothing happens in the same way. No single day is repeated in one's life. Life can never happen twice. അല്ലേ? എന്ത് ചെയ്യുന്നില്ല, ഒരുപോലെ ഇന്ന് സംഭവിച്ച നാളെ അതേപോലെ സംഭവിക്കുകയില്ല. ലൈഫ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണ്? ലൈഫ് ക്യാൻ നെവർ ഹാപ്പൻ ടു us. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ജീവിതം രണ്ടാമതൊന്നായിട്ട് വീണ്ടും സംഭവിക്കുകയില്ല. വി ഹാവ് ഓൺലി വൺ ചാൻസ് ടു ലിവ് ഓൺ എർത്ത്. അല്ലേ? നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ റിലേഷൻഷിപ്പ് ടേക്സ് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് അറ്റ് ദ ഡിഫറെൻറ്റ് ടൈംസ്. ഇറ്റ് ഈസ് സോ ഡിയർ ലൈക്ക് എ ഫ്ലവർ ഓഫ് റോസ്, ഓൾ കളർഫുൾ ആൻഡ് ഫുൾ ഓഫ് ഫ്രാഗ്രൻസ്. ബട്ട് സംടൈംസ് പീപ്പിൾ നീഡ് ടു ബി അലോൺ അവോയ്ഡിങ് ഓൾ റിലേഷൻഷിപ്പ്. എന്താണ് പറഞ്ഞത്? ഹ്യൂമൻ റിലേഷൻ ലൈക്ക് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ടൈം. അല്ലേ? നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം, അല്ലെ? മനുഷ്യരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ് ഡിഫറെൻറ്റ് ടൈമിൽ. ഇപ്പൊ കാണുന്ന സ്വഭാവം അല്ലെ പിന്നെ കാണുന്ന സ്വഭാവം അല്ലെ നാളെ കാണുമ്പോൾ. അല്ലെ? അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ചില സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു റോസാപ്പൂ, കളർഫുൾ ആയിട്ടുള്ള ഒരു റോസാപ്പൂവിനെയൊക്കെ പോലെ നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്വഭാവം എന്ന് വെച്ചാൽ അടുത്ത ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ആളുകളെയും അവോയ്ഡ് ചെയ്ത് തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം. ഓക്കെ. The accidental mention of someone's name. The accidental mention of someone's name. ആരുടെയെങ്കിലും പേര് അറിയാതെ കേട്ട് കഴിയുമ്പോൾ മേ ബി someone she loves, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കാം, makes her feel that the rose has been flung into the room or he wants it. അല്ലേ? പെട്ടെന്ന് ആക്സിഡന്റിൽ ആ ഒരു പേര് കേട്ടപ്പോൾ ആൾക്ക് മനസ്സിൽ എന്താ വന്നത്? ഒരു റൂമിലോട്ട് നല്ല മണവും അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റോസാപ്പൂ വലിച്ചെറിയുന്നത് പോലെയാണ് തോന്നിയത്. The poet moves from the wondrous rose to the tireless, painful and ticking of the clock. അല്ലേ? പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്തായി? ഈ അത്ഭുതകരമായിട്ട് മനോഹരമായിട്ട് അതിശയമായിട്ട് തോന്നുന്ന റോസാപ്പൂ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി തോന്നി? സമയം മുന്നോട്ട് പോകാത്ത ടൈമിലോട്ട് പിന്നെയും നോക്കേണ്ടി വരുന്ന ഒരു വസ്തുവായിട്ട് മാറി. ഓക്കെ. The poet can avoid looking at the clock as she needs to be alone. അല്ലേ? സമയം നോക്കാതെ പോയിട്ടിന് കഴിയുന്നില്ല. കാരണം എന്താണ്? അവർ അലോണായിട്ട് ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. The poet remains as not to treat the fleeting day with fear and sorrow because time moves on constantly. അല്ലേ? പോയിറ്റ് പറയുന്നുണ്ട്, ഒരിക്കലും ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ഡേ, വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ദിവസത്തെ, അല്ലേ, വളരെ കുറച്ച് നേരം മാത്രമുള്ള ആ ദിവസത്തെ നിങ്ങൾ ഒരിക്കലും പേടിയോടെയും സങ്കടത്തോടെയും കൂടിയിട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്യരുത്. കാരണം എന്താണ്? സമയം വളരെ മൂവ്സ് കോൺസ്റ്റന്റ്, അത് കൃത്യമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് കനോട്ട് ഹോൾഡ് ദ ടൈം ബാക്ക്. അല്ലേ? നമുക്ക് സമയത്തെ തിരിച്ച് പിടിക്കാനും കഴിയില്ല. ഈച്ച് ടൈം ഈസ് ടൈം ഫോർ ടൈം ഓൺ പാസ്. അല്ലേ? ഓരോ സമയവും ഇങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഷി അറൈസസ് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫിയർ ഓഫ് പാസിംഗ് ടൈം. അല്ലേ? അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പാസിംഗ് ടൈമിനായിട്ട് ബന്ധപ്പെട്ട് അവരിതിൽ ചോദിക്കുന്നുണ്ട്. വി നോ ദാറ്റ് ദർ ഇസ് നോ മാജിക് പോസ് ബട്ടൺ വെൻ ഇറ്റ് കംസ് ടു ലൈഫ്. അല്ലെ? നിങ്ങൾക്കറിയാം, എവിടെയും ഒരു മാജിക്കലായിട്ടുള്ള ഒരു ബട്ടണും ഒരു പോസ് ബട്ടണും, അല്ലേ, ലൈഫ് ഒന്ന് പെട്ടെന്നാണ് സ്റ്റക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് നിന്നിട്ട് ഇനി കുറച്ചുകൂടെ സമയം പോയിക്കോ എന്ന് പറയാൻ പറ്റില്ല. ഒരു പോസ് ബട്ടൺ ലൈഫിൽ നമുക്ക് എവിടെയും ഇല്ല. We can't rewind the good moments and fast forward the tragedies and അട്രോസിറ്റീസ് ഓഫ് ദ ലൈഫ്. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും റിവൈൻഡ് ചെയ്യാൻ കഴിയില്ല. നല്ല മൊമെന്റ്സുകൾ വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഫാസ്റ്റ് ഫോർവേഡ് ദ ട്രാജഡീസ്, അതുപോലെ തന്നെയാണ് ട്രാജഡീസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കാനോ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇല്ലല്ലോ? Then in the last stanza, our nature is examined and revealed. അല്ലേ? നമ്മുടെ പ്രകൃതിയുടെ ആ സ്വഭാവത്തെ ലാസ്റ്റ് സ്നാസയിൽ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ആസ് ഈച്ച് ഡേ ഈസ് ഡിഫറെൻറ്റ്. ഓരോ ദിവസം എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഒന്നിൻ്റെയും കോപ്പിയല്ല. ഈച്ച് മൊമെന്റ്സ് ഇൻ ലൈഫ് ഡിഫറെൻറ്റ് ഫ്രം ദ നെക്സ്റ്റ്. വി ടു പോസസ് ദ സെയിം ലെവൽ ഓഫ് യുണീക്നെസ്. ഇഫ് യു അക്സെപ്റ്റ് യുവർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കമ്പൈൻ ഇറ്റ് വിത്ത് ദ യുണീക്നെസ് ഓഫ് ഡേയ്സ്, യു വിൽ ചെറിഷ് ഈച്ച് മൊമെന്റ് ഓഫ് ലൈഫ്. അല്ലേ? നമ്മളെല്ലാവരും എന്താണ്? ഒരാൾക്കും സമാനരല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ സമ്മതിക്കുക, ഞങ്ങളത് ഉൾക്കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒത്തൊരുമയോട് കൂടിയിട്ട് വളരെ സന്തോഷമായിട്ട് ഓരോ മൊമെന്റ്സും ഹാപ്പി ആയിട്ട് ആസ്വദിക്കാൻ കഴിയും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഡിഫറെൻ്റ് ആണെന്നുള്ള തിരിച്ചറിയണം. അത് ഞങ്ങൾ ഉൾക്കൊള്ളണം. എന്നതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഓരോ മൊമെന്റ്സും എന്ത് ചെയ്യാൻ കഴിയും? ജീവിക്കാനും ഹാപ്പി ആയിട്ട് ആസ്വദിക്കാനും കഴിയും. യു വിൽ ചെറിഷ് ഈച്ച് മൊമെന്റ്സ് ഓഫ് യു ലൈഫ്. അല്ലെ? നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക?
ചെറിഷ് ചെയ്യുക അല്ലെ, അങ്ങോട്ട് ആർമാദിച്ച് ഹാപ്പി ആവുക അല്ലെ. ദ റൈം ആൻഡ് ദ ടോൺ വേവ് ടുഗദർ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ അല്ലെ. റൈം ആൻഡ് ദ ടോൺ വേവ് ടുഗദർ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസയിൽ നിങ്ങൾക്ക് റൈമും അതിൻ്റെ ടോൺ ടുഗദർ ഒക്കെ എന്ത് ചെയ്യുക, ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. Even if there is a no one number, if you are the planet biggest dense, you can't repeat the class in the summer. This course is only offered once. അല്ലേ, ലൈൻ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയോ മൂടനോ അതേപോലെ തന്നെ നിങ്ങളെക്കാൾ വലിയൊരു മന്ദബുദ്ധിയോ ഇല്ലാതിരിക്കെ, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് സമ്മറിലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ കിട്ടില്ല. കാരണം ആ കോഴ്സിന് ഒരൊറ്റ തവണത്തെ ഓഫറേ ഉള്ളൂ. Makes the poem simply beautiful and infuses the humor into the poem. അല്ലേ, വളരെ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ലൈൻസ് ഉള്ളത്. അത് മാത്രമല്ല ഹ്യൂമറസ്ലായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. You can't help but laugh when you picture of yourself wearing that dense cap. അല്ലേ, നമുക്കൊരിക്കലും ചിരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് എന്ത് പിക്ചറാണ് തരുന്നത്? ഒരു വിഡ്ഢിയുടെ, ഒരു മൂടൻ്റെ ക്യാപ്പ് എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് തന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പുഞ്ചിരിക്കാൻ, അതൊരു കോമഡിയാണല്ലോ അല്ലേ. നമുക്കത് ചിരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഇതൊക്കെ ആയത്തിൽ വായിക്കുമ്പോഴാട്ടോ പറയുന്നത്, ചിരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ദർ ഇസ് എ ബ്രില്യൻറ്റ് ഇമാജിനറി ലൈക്ക് വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്റ്റൈൽ വിച്ച് ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോം. അല്ലേ, അതുപോലെ ബ്രില്യൻ്റ് ആയിട്ട് ഇമാജിനറികൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്റ്റൈൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഇമേജസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോം. ഇത് പോമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. The rhyme scheme of the first and last stanzas are AABA എന്ന് പറയുന്ന രീതിക്കാണ് ഫസ്റ്റും ലാസ്റ്റ് സ്നാസയും വന്നിട്ടുള്ളത്. ആൻഡ് ദ അതർ സ്നാസ ആർ AB അല്ലേ, ആദ്യത്തെയും അവസാനത്തെയും മാത്രമേ ഉള്ളൂ. നടുവിൽ സെൻട്രലിലുള്ള എല്ലാ സ്നാസയും AB ആണ്. ഓക്കെ, the figure of speech metaphor, this course is only offered one. Here course stands for the life. Okay, മെറ്റാഫറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കോഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാണ്, ലൈഫിനെയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ സിമിലി വരുന്നുണ്ട്. സിമിലി എന്താ വരുന്നത്? ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വേർ ഫ്ലങ് ഇൻ ടു ദ റൂം. അല്ലേ, എന്താണ്? ഒരു റോസാപ്പൂ റൂമിലോട്ട് വലിച്ചെറിയുന്നത് പോലെയാണ് തോന്നിയത്. അപ്പൊ ആസ് വന്നു, അപ്പൊ എന്താണ്? സിമിലിയാണ്. അല്ലേ, just as 2 drops of water are make the poem charming, the instance of. ഓക്കെ, അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ആസ് 2 drop of water എന്ന് പറയുന്നത്, 2 വെള്ളത്തുള്ളികളെ പോലെ എന്ന് പറയുന്നത്. ഓക്കെ, then there are instances of alliteration as no, to, nights, nature, note. ഒരുപാട് alliterations ഉണ്ട് അല്ലേ. n വരുന്നുണ്ട്, nature, n വരുന്നുണ്ട്, with, v, WW, seek, star, SS, and 3 ആണ് എന്ത്? അലിട്രേഷൻസ്. ഇനിയുണ്ട്. ആൻഡ് അസോണൻസ് ആർ ആസ് എന്ന് പറയുമ്പോൾ A വരുന്നുണ്ട്. ഓൺലി ഓഫേർഡ് വൺസ് എന്ന് പറയുമ്പോൾ O വരുന്നുണ്ട്. ഇതിൽ ഇയും വരുന്നുണ്ട് കേട്ടോ. ദെൻ മേക്ക് ദ പോം എൻചാൻറ്റിങ്. Overall, the poem is an excellent work reflecting momentary nature of life. The poem contains deep contemplation about of human life. അല്ലേ, മനുഷ്യ ജീവിതത്തിന്റെ ഡീപ്പായിട്ടുള്ള ഒരു മിക്സിംഗ് ആയിട്ടുള്ള കണ്ടംപ്ലേഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യ ലൈഫിലെ മൊമെന്ററി ആയിട്ടുള്ള മനുഷ്യന്റെ ലൈഫിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സലന്റ് ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇത്. സോ ലൈഫ് എന്താണ്? ഓരോ നിമിഷവും കടന്നു പോവുകയാണ്. മൊമെന്ററി ആണ് ലൈഫ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് എന്ത് ചെയ്യുക? ആസ്വദിക്കുക. ഒരു സെക്കൻഡ് ആയിട്ടുള്ളൊരു ചാൻസ് നമുക്ക് ഇല്ല. സോ ഇത്രയാണ് ആക്ടിവിറ്റീസ് ഇപ്പം നിലവിലെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.